ഷെഫേ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഷെഫേ. ഷെഫ് ഈ ടാറ്റു ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ, ഇത് ഷെഫ് ഇവിടെ മാത്രമാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ അടിച്ചിട്ടുണ്ടോ? ടാറ്റു ഇവിടെ ഉണ്ട്, അതുപോലെ എന്റെ പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ ഷെഫ് അടിച്ചിട്ടുണ്ട്, അതുപോലെ ഇവിടെ ടാറ്റു ഉണ്ട്. ടാറ്റു അങ്ങനെയൊക്കെ ഉണ്ട്, കുറച്ചടുത്തൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ഷെഫ് ഇതൊക്കെ അടിക്കാൻ. ഇത് ഞാൻ മലേഷ്യയിൽ അടിച്ച ടാറ്റുവാ. അത് അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ മണി എന്റെ എല്ലാ ടാറ്റുവും കൂടി ഏകദേശം ഒരു 15,000-50,000 ആയിട്ടുണ്ട്. ഈ ടാറ്റു അടിച്ച് ചില പുറത്തേക്ക് പോകാൻ പറ്റില്ല, ചില സ്ഥലത്ത് ജോലിക്ക് എടുക്കില്ല എന്നൊക്കെ കേൾക്കണ്ടല്ലോ, അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്? അത് ഞാനും കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെയും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പഠിക്കാൻ പാടില്ല, ഹോട്ടൽ ഫീൽഡിൽ അത് നിരോധിക്കുന്നൊക്കെ. അങ്ങനെ കുറെ ടാറ്റു അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈവൻ നമ്മൾ ചില കൺട്രികളിൽ ഇപ്പം ഗൾഫ് പോലുള്ള UAE അല്ലെങ്കിൽ ഇറാൻ ഇങ്ങനെയുള്ള ചില കൺട്രികൾ നിരോധിച്ചെന്ന് പറഞ്ഞാൽ ഇത് മതപരമായിട്ടുള്ള ടാറ്റുകളാണ് മാക്സിമം അവർ നിരോധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ടാറ്റു അടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരും അധികം കാണാത്ത സ്പേസിലൊക്കെ വേണം ടാറ്റു അടിക്കാം. മുമ്പെന്നൊക്കെ പറഞ്ഞാൽ ഷിപ്പിലൊക്കെ ഇന്റർവ്യൂ നടക്കുമ്പോഴായാലും ടാറ്റു നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ടാറ്റു അടിക്കാം. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എല്ലാവരും കാണത്ത രീതിയിൽ നിന്ന് അടിക്കണ്ട, മാക്സിമം കവർ ചെയ്തിട്ട് മാത്രം ടാറ്റു അടിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല നമുക്ക് ടാറ്റു അടിക്കുന്നത് ഇപ്പം ഒരു നല്ല വൃത്തിയുള്ള സാധനങ്ങൾ അടിക്കുക. ഇപ്പം അതുപോലെ നമ്മൾ എപ്പോഴും ഗസ്റ്റിന്റെ അടുത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഗസ്റ്റിനൊക്കെ വരണമല്ലോ, കാരണം നമ്മുടെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കുന്നതാണ്. അപ്പം നല്ല വൃത്തിയുള്ള ടാറ്റു അടിക്കുക. അതുപോലെ ടാറ്റു അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷനും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാകാതിരിക്കുക. കാരണം നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ചോറിന് തടുക്കാറില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്നാൽ അത് ചില ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഗസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യുക, അറിയിക്കുക.